രാഷ്ട്രീയക്കാരായിട്ടില്ല. സുധാകരനും അതുപോലെ തന്നെ ശോഭന ജോർജും ഒക്കെ ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ആസൂത്രിതമാണ് ഈ പരിപാടി. അതല്ലെങ്കിൽ ഇത്തരത്തിൽ എനിക്ക് നേരെ ഒരു ആക്ഷേപം ഉന്നയിക്കൂ. എങ്ങനെയാണ് എന്നെപ്പോലെയുള്ള ഒരാളെ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കുക? നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഈ മാധ്യമങ്ങൾ ആലോചിക്കുന്നുണ്ടോ? പിന്നെ എന്താ തൃശ്ശൂരിൽ വെച്ച് കണ്ടു, നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പരിശോധിച്ചോ? തൃശ്ശൂരാണെങ്കിൽ അവിടെ രാമനിലയല്ലേ, CCTV ഇല്ലേ, അവിടെ ജീവനക്കാരില്ലേ, റെക്കോർഡില്ലേ, പുസ്തകമില്ലേ, എല്ലാം നിങ്ങൾ നോക്കിയോ? ഞാനവിടെ കുറേ കാലമായിട്ട് ഞാൻ പോകാറില്ല. പോയിട്ട് അവിടെ ഞാൻ പോയ ദിവസം ഏതാന്ന് നോക്കി, ആ ദിവസം കണ്ടുപിടിച്ച് ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അന്വേഷണാത്മകമായ ഒരു പരിശോധന നടത്തണ്ടേ? ഞാൻ ഏത് പിന്നെ ശോഭാ സുരേന്ദ്രനെ കാണാൻ എനിക്ക് അവരുമായിട്ട് ഒരു പരിചയമില്ല. ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അവരെ ഞാൻ നേരിട്ട് അടുത്ത് കാണുന്നത്, ഇത്ര ദൂരത്ത് കാണുന്നത് തന്നെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കോട്ടയത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ മൈതാനത്ത് അവിടെ സ്റ്റേജിൽ നേതാക്കന്മാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി കുറേ കസേരയുണ്ട്, വലിയ ജനക്കൂട്ടായിരുന്നു. അവിടെ ഞാനും മറ്റു പാർട്ടിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേജിൻ്റെ അങ്ങേ വശത്ത് സ്ത്രീ വന്നിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നാണ് അവരെ ഒരു അടുത്ത് കണ്ടു എന്ന് പറയുന്നത് അതാണ്. ഇങ്ങനെ ഒരു സ്ത്രീ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉടനടി വിശ്വാസികളെടുത്ത് തെറ്റായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിക്കലാണ്. എന്തെങ്കിലും വാർത്ത പറയുമ്പോൾ ഉടനടി അത് വാർത്ത പ്രസിദ്ധീകരിക്കലാണ്. സത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ്ടേ?